നമ്മൾ എടുക്ക പോണോ എന്തിനെ ആര് തരുന്നുണ്ട്? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് കസിൻസ്, ഞങ്ങൾ 4 ആൾ ഉണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സാണ്, കസിൻസാണ്. അപ്പോൾ ഞങ്ങൾ 4 ആൾ ഇപ്പോൾ നമുക്ക് സ്കൂൾ മദ്രസക്കൊന്നും ഒഴിവാണ്. അപ്പോൾ കോട്ടക്കുന്നും ഒന്ന് കൂടാൻ വിചാരിച്ചപ്പോൾ ഞങ്ങൾ 4 ആൾ ഓരോരുത്തരും ഓരോ പലഹാരമൊക്കെ കൊടുന്ന് കുട്ടികളൊക്കെ ഇട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണ ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഏത് കസിൻസ്? ആരെ കസിൻസ്? അപ്പം നമ്മളെന്താ കൊണ്ടുപോകണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ കൊണ്ടുപോകുന്നത് ഇതാണിത് കട്ട്ലറ്റ്. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്നാക്സ് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോരുത്തരുടെ വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പറയലുണ്ട് നമുക്ക് കൂടണം അങ്ങനെയൊക്കെ. നോക്കാം നമ്മളത് എങ്ങനെ ഉണ്ട് നോക്കാം. കട്ട്ലറ്റ് അപ്പോൾ നമ്മൾ അവിടെ തന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അവിടുന്ന് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അവർ തന്ന പാത്രത്തിൽ നിന്ന് നമ്മൾ മാറ്റി നോക്കുകയാണ് നമ്മളടുത്തുള്ള പാത്രത്തിൽ. പക്ഷെ അതിൽ കൊള്ളിടില്ല. അപ്പോൾ നമ്മൾ വേറെ പാത്രം എടുത്ത് അയക്ക് ഇങ്ങനെ ഓരോന്ന് അടുക്കി വെച്ച് കൊടുത്തു. അപ്പോൾ അത് സെറ്റാണ്. അത് പാകത്തിന് എല്ലാം ഒതുങ്ങിയതിൽ നിന്നു. അങ്ങനെ നമ്മളങ്ങനെ പോവുകയാണ്. നല്ല വെയിലുണ്ട്. സമയം ഒരു 2:45 3 മണി ആ ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിച്ചുവിനെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ റിച്ചുവിനെ എടുത്തിട്ട് നമ്മളവിടെ എത്തിയപ്പോഴത്തേനും ഒരു 3 ആൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട്. പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ കുട്ടികളൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ നടക്കിനോ. സ്റ്റെപ്പ് കുറേ കയറാണ്ടല്ലോ. സ്റ്റെപ്പ് കയറണല്ല ടാസ്ക്. നമ്മൾ ഫുഡായിട്ട് പോകുന്നതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും കയറുണ്ടല്ലോ, നല്ല കനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ കുറച്ച് ടാസ്ക് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇങ്ങനെ നോക്കി നടന്നപ്പോൾ പകുതിയിലെത്തിയപ്പോൾ ഒരു ഇരിക്കാനുള്ള സ്ഥലം കണ്ടു. പക്ഷെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, വയൽ തന്നെ ആയതുകൊണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി നോക്കി. അവിടെ നല്ല സ്ഥലമുണ്ട്, നല്ല കുട്ടികൾക്ക് കളിക്കാനും നല്ല തണലും നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ആംബിയൻസൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ ഫുഡ് പരിപാടി ഉണ്ടോ ചോദിച്ചപ്പോൾ എന്താ പറയുക, സെക്യൂരിറ്റി. അപ്പോൾ നമ്മളില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് മേലേക്ക് തന്നെ പിന്നെയും കയറി, കുറേ മേലെ കയറി. പിന്നെ നമ്മൾ പിന്നെ ഇങ്ങനെ നടക്കേണ്ടിയിരുന്നു സ്ഥലം തപ്പിക്കണ്ട്. നമുക്ക് പറ്റിയ സ്ഥലമാണല്ലോ, കുട്ടികളെല്ലാവരും കൂടി ഇരുത്തി ഫുഡ് കഴിക്കണം എന്നുള്ളൊരു പ്ലാനാണല്ലോ നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ നമ്മൾ കവറും കൊണ്ട് പിന്നെയും കുറേ നടന്നു, സ്ഥലം തപ്പി അവസാനം നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടിട്ടോ. അങ്ങനെ നമ്മൾക്ക് കിട്ടിയ സ്ഥലത്ത് നമ്മൾ ഇരിക്കാനുള്ള പേപ്പറും സീറ്റും ഒക്കെ വിരിച്ചു. കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് വെക്കാനൊരു ഷീറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിരിച്ചു. ഇനി ഓരോരുത്തരെങ്ങനെ അവിടെ ഇരുത്തണം, അതാണ് ഭയങ്കര പണിയൊക്കെ. കുഞ്ഞു കുട്ടികളായതുകൊണ്ട് എല്ലാവരെയും പിന്നെ ഇരുത്തി. ഇനി നമുക്ക് ഫുഡ് വിളമ്പണം. അപ്പോൾ ഓരോ ഫുഡല്ലേ കൊടുത്തിട്ട്, ഞാൻ കട്ട്ലറ്റ് പിന്നെ പാത്രം ഞാൻ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും അവനാൻ്റെ കുട്ടികൾക്കും അവനാനും പിന്നെ പാത്രം ഗ്ലാസ്സും അതും നമ്മൾ കഴിക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞോള് മറ്റേ പയർ നിറവ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരാൾ മുട്ട ബജി, ഒരാൾ ബ്രെഡ് ഇട്ടുള്ളൊരു ഫില്ലിങ്ങും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും നമ്മൾ ഓരോന്നിച്ച് അങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു, പിസ്ത വെള്ളവും സ്ട്രോബെറിൻ്റെ ഒരു ജ്യൂസും ഒക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒക്കെ സെറ്റാക്കി കൊടുത്ത് ഞങ്ങളും ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്.
ഇഷ്ടപ്പെട്ടോ കഴിഞ്ഞോ? എനിക്കാ 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 മനുക്കോ എനിക്ക് ഇഷ്ടപ്പെട്ടോ? എന്താ ഇഷ്ടപ്പെട്ടതില്ലേ? ഇതില് ഏതാണ്? 4 കൈനിറ വേണ്ട കളർ മാറ്റി ഇന്ന് കുറച്ച് വെള്ളം കിട്ടിയോ? തിന്നാതെ കുത്തിറക്കണ്ടേ? എന്താ വേണ്ടത്? കാരണം എന്താ? അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. കുറേ സാധനങ്ങൾ കണ്ടപ്പോൾ കുട്ടികൾക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു. പക്ഷേ അത് തിന്നലൊടുങ്ങിയപ്പോൾ ആരും ഫുള്ളാക്കിയില്ല. ഒക്കെ ഓരോന്നൊക്കെ തിന്നുകാണ്ട് നിർത്തി. ഞങ്ങൾക്കാണെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ അതൊക്കെ പാക്ക് ചെയ്തു. പിന്നെ അവിടെ വിരിച്ച പത്രവും ഷീറ്റൊക്കെ ഒതുക്കിയൊക്കെ ഞങ്ങൾ ബാഗൊക്കെ തന്നെ വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ കുട്ടികളെ പാർക്കൊക്കെ പോകാൻ വിചാരിച്ചു. പിന്നെ ഇജ്ജെന്താ പറഞ്ഞേ? കയ്യുണ്ടോ? എനിക്ക് കേക്കുണ്ടോ? ചാർജോ? ചാർജ് ഫോണേ ഏത്? മറ്റേ പഴയ ഫോണ്. അതിന്റെ ഇത് മാറ്റണം. 1000 രൂപ കൊടുത്താൽ. ഇരുന്നോളി. എന്താ ചോദിച്ചാൽ ഞാൻ എടുത്തരാം. മസാല നമ്മൾ എന്ത് തിന്നാൻ പോകുന്നു? എന്തിന്നാ പോകുന്നു? എന്താ എന്തിനു? എന്റെ അമ്മ കമ്പെന്നാ പറയണ്ടേ. എന്താ മനുവിനാണ്ടി? എന്താണ്ടി? എന്തേ നെയ്നുന്റെ കരച്ചിൽ നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ
ആ ഒത്തിരില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും കേട്ടോ ഇതാ ഇവിടെ ഉണ്ടാവും ഞാനില്ലെങ്കിൽ ഇയാൾ ഉണ്ടാവും എന്താ വണ്ടി ആരും വന്നില്ലെങ്കിൽ ഏത് മാങ്ങ ഞാൻ മേഖല പിന്നൂക്ക ആ പറ പറ മാങ്ങ പറ ഒരു മാങ്ങ ഒന്നായിട്ടോ മോക്കെന്താ ഉപ്പിലിട്ട് ഷോപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ കുട്ടികൾക്ക് പിന്നെ അത് വേണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ എല്ലാവരും അവനാണ് ഇഷ്ടമുള്ള ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു. എല്ലാവരും അവനാൻ്റെ വീട്ടിലേക്ക് പോയി. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ഇടാൻ പറ്റണമെങ്കിൽ കമൻറ്റ് ഇടണം. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിന് എന്താ അവർക്ക് പപ്പ ഇഷ്ടപ്പെട്ടോ?